ഇതിപ്പോ ഈ ഒരു ടാങ്കിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടോ, വെള്ളം നല്ല തെളിഞ്ഞാണ് കിടക്കുന്നത്, പക്ഷെ താഴെ നല്ല ചെളിയുണ്ട്. നമ്മൾ ഈ ടാങ്കിന് അകവശം കാണുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പോഴും ഇത് ക്ലീൻ ചെയ്യാത്തത്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉപകരണം അത്യാവശ്യമായിട്ട് ഒരു വീട്ടിൽ വേണ്ടത്. വെള്ളം കലങ്ങത്തുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുമെന്ന് സാറിൻ്റെ വീട്ടിൽ താഴെയുള്ളവർ അറിയത്ത് പോലും ഇല്ല. കാരണം വാൽവ് പൂട്ടണ്ട, ഒന്നുമില്ല, ഒരു പ്രശ്നങ്ങളില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ വേസ്റ്റ് ആക്കണം, താഴെ പോയി പൈപ്പ് പൂട്ടി വെക്കണം, അത്രയും നേരത്തേക്ക് വെള്ളം താഴെ വരില്ല. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഇതൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈസി ആയിട്ട് നേരെ ഇതിനകത്തോട്ട് ഇറക്കുന്നു. ഈ വെള്ളം ഒരു ശകലം പോലും കലങ്ങാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിമിഷങ്ങൾ കൊണ്ട് അത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ വന്ന് അകത്ത് വന്ന് ക്യാമറ അകത്ത് വന്ന് ഇത് ഇവിടുന്ന് ഇതിനകത്തോട്ടൊന്ന് വിഷ്വൽ കാണിച്ചേ. ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഈ ബ്രഷ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ചെളി വെളുത്ത് വരുന്നുണ്ടോ? കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ വെളുത്ത് വരുന്നുണ്ടോ? കണ്ടോ, ഇത്രയൊക്കെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വെള്ളം പോലും വേസ്റ്റ് ആക്കാതെ ആ ഔട്ട് വാൽവ് ഒന്ന് കാണിച്ചേ അപ്പുറത്ത്. കണ്ടോ കണ്ടോ, ഇത്രയും ചെളിയാണ് ഈ ഓസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ടാങ്കിന് അകവശം നോക്കിക്കേ, വളരെ തെളിഞ്ഞ വെള്ളമായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ യാതൊരു തട്ടിപ്പോ ഒന്നും കാണിക്കുന്നില്ല. ജെന്യുവൻ ആയിട്ടുള്ള വർക്കിംഗ് രീതിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും ഭയങ്കര സംശയമാണ് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ. ഇതിൽ കൂടുതൽ നമുക്ക് വേറെ തെളിവൊന്നും നൽകാനായിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് ഈ ചെളിയെല്ലാം ഇതിനകത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കി. ഈ പുറത്തേക്ക് ഈ ട്യൂബിലൂടെ എന്തുമാത്രം ചെളിയാണോ വെള്ളമാണോ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ചെളിയാണ് അവിടെ ഇളകുന്നത്. അതിനുള്ള ബ്രസൽസ് ഞങ്ങൾ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. അതൊക്കെ ഓരോ കണക്കിനനുസരിച്ച് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതൊരു ചെളി ഒരു കുപ്പി ഗ്ലാസ്സിനകത്താണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മേളിൽ ഈ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നില്ല, കമത്തി കളയത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും വലിയ ടാങ്കിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്കത് പ്രശ്നമില്ലാതെ വന്നത്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ, വേസ്റ്റായിട്ടും ഉള്ളൂ, വെള്ളം കലങ്ങിയിട്ടുമില്ല. എന്നാൽ ഇതിനകത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ ചെളിവെള്ളത്തിനകത്ത് കിടന്ന് നമ്മൾ ഇളക്കുന്ന പോലെയാണ് തോന്നുന്നത്.